കുവൈത്ത് ദുരന്തത്തിന് പിന്നാലെ പരിശോധന ശക്തമാക്കിയ അധികൃതർ ലേബർ ക്യാമ്പുകളിൽ പരിശോധന നടക്കുകയാണിപ്പോൾ. കുവൈത്ത് പ്രധാനമന്ത്രി അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചു. കുവൈത്തിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പരിക്കേറ്റവരെ സന്ദർശിച്ചു. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, കേന്ദ്ര സംഘം അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ കൂടി പരിശോധിക്കപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാകുന്ന വിവരങ്ങൾ? ലേബർ ക്യാമ്പുകളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇന്നലെ ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ ലേബർ ക്യാമ്പുകളിലും പരിശോധന നടത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ താമസ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പ്രധാനമായും ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് താമസ ഇടങ്ങളിലും അത്തരത്തിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. പല ഇടത്തും നിയമലംഘനങ്ങൾ കണ്ടെത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു ചെറിയ മുറിയിൽ 2 or 3 പാർട്ടീഷനാക്കി കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന രീതിയിൽ നിരവധി നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അല്പസമയം മുമ്പ് കുവൈത്തിലെത്തി. അദ്ദേഹം ഈ വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം കണ്ടു. അതിന് പിന്നാലെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ കുവൈത്ത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ കുവൈറ്റിലെ എംബസിയുടെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പറ്റുമെങ്കിൽ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങൾ ഇന്ത്യയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങൾ കുവൈത്തിലേക്ക് തിരിക്കുക. അതിന് പിന്നാലെയായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. അവിടെ ഈ കുവൈറ്റിനെ സംബന്ധിച്ച് നാളെ മുതൽ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഓഫീസുകളൊക്കെ പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കുവൈത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ശരി, എസ് രഞ്ജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.